മോദി സർക്കാരിനും സതീശൻ സർക്കാരിനുമെതിരായ വാർത്തകൾ നീക്കം ചെയ്ത് മെറ്റ. ഫേസ്ബുക്കും ഇൻസ്റ്റയും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ നീക്കം ചെയ്തത് കൈരളിയുടേത് അടക്കമുള്ള വാർത്തകളാണ്. ഇടത് പ്രൊഫൈലുകളിൽ നിന്നുള്ള സർക്കാരിനെതിരായ വാർത്തകളും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നു. അതേസമയം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP മെറ്റ നടപടിയെ വിമർശിച്ച കൈരളി വാർത്തയും മെറ്റ നീക്കം ചെയ്തു. ആദ്യം ആ റിപ്പോർട്ട് ഒന്ന് കാണാം. മോദി സർക്കാരിന്റെ വഴിയെ VD സതീശൻ സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വാർത്തകൾ മെറ്റ ബ്ലോക്ക് ചെയ്യുന്നു. കൈരളി ന്യൂസ് ഓൺലൈൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത നിരവധി വാർത്താ കാർഡുകളാണ് നിയമം ദുരുപയോഗം ചെയ്ത് സർക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവനകൾ, VD സതീശനെതിരായ വാർത്തകൾ എന്നിവയാണ് മെറ്റ ഉപയോഗിച്ച് നിയന്ത്രിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസ്താവനയും മെറ്റ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ പ്രൊഫൈലുകളിലെയും മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള സർക്കാരിനെതിരായ വാർത്തകളുമാണ് ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെടുന്നത്. MDMAയുമായി പിടിയിലായ കോൺഗ്രസുകാരുടെ വാർത്തയും ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെട്ടവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടി അനുവദിക്കാനാകില്ല എന്ന രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിന്റെ പ്രസ്താവനയും മെറ്റയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഫർമേഷൻ ആക്ട് 2021 ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് ദുരുപയോഗം ചെയ്താണ് വിമർശനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരിന്റെ വഴിയെ സംസ്ഥാന സർക്കാരും നീങ്ങാൻ ആരംഭിച്ചിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സോഷ്യൽ മീഡിയയെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം എന്ന് VD സതീശൻ പറഞ്ഞതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. മൗലികാവകാശമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനവും ഉപഭോക്താക്കളുടെ ഡിജിറ്റൽ അവകാശങ്ങളെ ലംഘിക്കുന്നതുമാണ് UDF സർക്കാരിന്റെ ഈ അപ്രഖ്യാപിത വിലക്ക്.